ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടിസ്ഥാന വിവരങ്ങളാണ് ഹ്യൂമൻ ബോഡി, ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് അറിയാമോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കരളാണ്. ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ആൻസർ കരളാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അതേതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. ഏതാണ്? കരളാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഒരു മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിലെ 72 തവണ. എത്രയാണ്? മിനിറ്റ് എത്രയാണ്? 72 തവണയാണ്. മിനിറ്റിൽ 72 തവണ, അല്ലെങ്കിൽ മിനിറ്റിൽ 72 തവണയാണ്. മനുഷ്യന്റെ പൾസ് നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 72 തവണ. മിനിറ്റിൽ എത്രയാണ്? 72 തവണയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ യുവത്വ ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു. ആൻസർ തൈറോക്സിൻ ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് എന്താണ്? മെലാനിനാണ് കേട്ടോ. തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നത് എന്താണ്? മെലാനിനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന 2 ഹോർമോണുകളാണ് ഏതൊക്കെ? ഓക്സിറ്റോസിനും വാസോപ്രസിനും. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? നാഡീകോശമാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നു. ആൻസർ എന്താണ്? തലച്ചോറാണ്. എന്താണ്? തലച്ചോറാണ്. അപ്പൊ നമ്മള് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ 2 വീഡിയോകളിലായിട്ട് ചെയ്തു. മനുഷ്യരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകമായിട്ട് ഞാൻ ആദ്യമൊക്കെ ഒരുപാട് വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് മനുഷ്യരെ ഒറ്റ നോട്ടത്തിൽ ഏതെങ്കിലും സ്റ്റുഡൻസിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കൂടുതൽ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ കാണുക കേട്ടോ. ഒരു വ്യക്തിയും വീഡിയോ കാണാൻ നിർബന്ധിക്കുകയൊന്നുമില്ല. വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക? വീഡിയോ തുടർച്ചയായിട്ട് കാണുക.